ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോസ് ഞാൻ വർഷ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ രേണു സുധി കിച്ചു ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തൽപര കക്ഷികൾ ഇപ്പോൾ രേണു സുധിക്ക് സപ്പോർട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ആണ് ഫുൾ എന്തായിട്ട് വെച്ചേക്കുന്നത്. ഇവർ രണ്ടുപേരും എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ വളരെ യോഗ്യരായവരാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായി നമ്മൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നവരും പരിഗണിക്കുക, നമ്മുടെ കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പറഞ്ഞ കിച്ചും ഈ പറഞ്ഞ ഋതപ്പനൊക്കെ പിന്നെ എങ്ങനെ ജീവിക്കും? സത്യത്തിൽ അവരെ ആ ഒരു കുടുംബം നശിപ്പിക്കുകയാണ് നമ്മൾ മനുഷ്യരെല്ലാം കൂടെ ചെയ്യുന്നത്. അവർ എന്തേച്ച് ചെയ്തോട്ടെ, നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഉപകാരമില്ല, ഒരു ഉപദ്രവമില്ല, എന്തിനാണ് അവരെ എന്ത് പ്രശ്നമുള്ളത്? മകൻ എന്ത് പ്രശ്നം? മകൻ ഇത്ര കാലം എവിടെയായിരുന്നു മകൻ തുറന്നു പറയേണ്ടത്? അല്ലെങ്കിൽ ഇത്ര കാലം എന്തുകൊണ്ട് അവൻ തുറന്നു പറഞ്ഞില്ല? എന്ത് ട്രോമ? അതിന് മുമ്പ് കുട്ടി വേറെ കാര്യങ്ങളൊക്കെ ഇതായി ഉണ്ടായിരുന്നല്ലോ, അപ്പോഴൊന്നും ട്രോമ ഉണ്ടായിരുന്നില്ലേ? രേണു ചേച്ചിന്റെ കൈ കിട്ടി 18 എന്തോ സംതിങ് അത്രയും പ്രായമുള്ളപ്പോഴാണ് തോന്നുന്നു സൂചിക്കേട്ടൻ മരിക്കുന്നത്. അവൻ അറിവായ കൊച്ചല്ലേ? ആ സമയം മുതൽ ഇപ്പൊ അവന് 10, 22, 23 വയസ്സ് കാണുമല്ലോ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പൊ ഈ ഇത്രയും പ്രായം ഇപ്പോഴാണ് അവന് തോന്നിയത് അവൻ ട്രോമയിലായിരുന്നു, അങ്ങനെയായിരുന്നു, ഈ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ആ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ഇപ്പോഴാണോ തോന്നിയത്? അവനും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സമൂഹത്തിലോട്ട് അവന്റെ 3 അനമ്മയാണ്. എല്ലാവരും നമ്മൾ കേട്ടിട്ടുള്ള എല്ലായിടത്തും 2 അനമ്മ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റേത് ചെയ്തു. ഇത് അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. മരിച്ചുപോയ സുധീനെ അടക്കം ഭയങ്കരമായിട്ട് വിമർശിക്കുന്നത് ഇതന്നെയായിരുന്നു പരിപാടി, കല്യാണം കഴിച്ചിടക്കലും. അതാണ് ആ ഒരു കാലത്തിലൂടെ. അല്ല, ഇപ്പൊ കിച്ചു പറയുന്നുണ്ട് അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ആ അച്ഛനെ പോലും മോശം ആക്കിയ രീതിയിലല്ലേ ഇപ്പൊ കിച്ചു വന്ന് സംസാരിച്ചത്. എന്നും തല്ലും പ്രശ്നങ്ങളുമാണ്. സുധിച്ചേട്ടൻ വേറെ കല്യാണം കഴിച്ചു, അവിടെയും പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞ് വേറെ കല്യാണം കഴിച്ചു. അതൊക്കെ വളരെ. അപ്പൊ ആ മരിച്ചുപോയ ആൾക്ക് പോലും ഒരു സമാധാനം കൊടുക്കാത്ത രീതിയിലല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ അച്ഛനും മോശമായിരുന്നു, വന്ന അമ്മമാരും മോശമായിരുന്നു. ആ ഒരു രീതിയിലാണ് ആ കുട്ടിന്റെ സംസാരം. ഈ കൊല്ലം സുധിയുടെ വഴിവിട്ട ബന്ധത്തെ പറ്റി, കൊല്ലം സുധി ആളൊരു നല്ല അച്ഛനല്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ് കിച്ചുവിന്റെ അങ്ങനെ ഒരു വഴിവിട്ട ഒരു ബന്ധം, വഴിവിട്ട ഒരു ജീവിതം ആണ് കിച്ചു തന്നെ സ്വയം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പം 18 വയസ്സ് പോലും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ലഹരി ഉപയോഗത്തെയൊക്കെ തടുക്കാനായിട്ട് കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു അച്ഛന് കഴിഞ്ഞില്ല. അപ്പം അവന്റെ അച്ഛനെ കൂടെ അവൻ മോശമാക്കിയില്ല എന്നാണ് സമൂഹത്തിൽ മരിച്ചുപോയ. അതെ, അങ്ങനെ തന്നെയല്ലേ. അഫ്കോഴ്സ് അത് കേട്ടില്ല. ആ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് രേണുവിനോട് ഒരു ദേഷ്യം, രേണു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും രേണു ചേച്ചിനോട് ഒരു ദേഷ്യം, സുധിച്ചേട്ടനോടും ദേഷ്യം തോന്നും. ഈ പറയുന്ന മോനോട് മാത്രം നമുക്കൊരു ഇഷ്ടം, ഒരു വാത്സല്യം ഒക്കെ തോന്നും. ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കായിരുന്നു, പാവ കുട്ടി കുറച്ച് കാശ് കിട്ടി കൊടുക്കായിരുന്നു. പക്ഷെ അതല്ല, അതിന്റെ ഇപ്പഴത്തേക്കും കൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇത്ര കാലം ഈ കുട്ടി എന്തുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞില്ല? എന്തൊക്കെ മെന്റൽ ട്രോമ ആണെങ്കിലും ആസ് എ ഫ്രണ്ട് എന്ന രീതിയിൽ ഫ്രണ്ട്സിനോട് പറയാലോ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പറയാലോ, അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരാളോട് പറയാലോ. അവൻ തന്നെ പറയുന്നുണ്ട് രേണുവിന്റെ കല്യാണ സമയത്ത് ആ ഭയങ്കര രസമായിരുന്നു ആ ജീവിതം. പിന്നെ എവിടെയാണ് ആ ജീവിതം താളം തെറ്റിയത്? ആ സമയത്ത് ആ കുട്ടിക്ക് അത് പറയാറുണ്ടല്ലോ. അതെ, അതൊരു ട്രോമ കഴിഞ്ഞിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടല്ലേ വന്ന് പറയുന്നത്. അതേപോലെ ഒരിക്കലും അല്ല. ഞാൻ പറയട്ടെ, ആ കുട്ടി തന്നെ പറയുന്നു ആ കുട്ടീന്റെ പ്രശ്നങ്ങൾ ആ കുട്ടീന്റെ ഫ്രണ്ട്സിന് നന്നായിട്ട് അറിയാൻ ആ കുട്ടി പറയുന്നുണ്ട്. അപ്പൊ ആ ഫ്രണ്ട്സിൽ ഒരാൾ പോലും എന്തുകൊണ്ട് എന്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു പ്രശ്നമാണ്, നമ്മളത് 4 ആളെ അറിയിക്കണം, എന്തുകൊണ്ട് അവരാരും പറഞ്ഞില്ല? കുറെ എന്റെ ഫ്രണ്ട്സിനെല്ലാം എന്റെ പ്രശ്നങ്ങൾ അറിയാന്ന് പറയുന്നത്. എനിക്ക് ആ കുട്ടീന്റെ വിഷമം മനസ്സിലാവും. കാരണം ഞാൻ ജനിച്ചതും ജീവിച്ചതും വളർന്നതും ഒക്കെ എന്റെ ചുറ്റിനും ആരും ഇല്ലാതാണ്. ഒരു ട്രോമ അനുഭവിച്ച് ജീവിച്ച ആളാണ് ഞാൻ. വളർത്താൻ അച്ഛനില്ലായിരുന്നു, അമ്മ വയ്യാത്തത്, ആകെ എന്നെ വളർത്തിയതും എനിക്ക് ആഹാരം തന്നത് അമ്മയുടെ അമ്മയാണ്. ഞാനത് പല ഇന്റർവ്യൂസിലും മീഡിയാസിലും ഒക്കെ ആണെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ കുട്ടീന്റെ വിഷമം മനസ്സിലാവും. അത് ഞാൻ പലപ്പോഴായിട്ടും എന്റെ ചുറ്റിനുള്ള എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ചില സമയത്ത് ദേഷ്യം വരും, എനിക്ക് ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കണം, ഇരുട്ടിനകത്ത് ഇരിക്കണം, അതൊക്കെ എന്റെ ട്രോമയാണ്, ഞാൻ ജീവിച്ച എന്റെ സാഹചര്യമാണ്. അപ്പൊ ആ കുട്ടിക്ക് അത് തുറന്ന് മറ്റുള്ളവരോട് പറയാം, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, അല്ലെ അമ്മ ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നായിരുന്നു. ആ കുട്ടിക്ക് ആ സമയത്ത് പറയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു അച്ഛനെന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഇല്ല. ആകെ ഉള്ളതെന്ന് വെച്ചാൽ ആ അച്ഛന്റെ രക്തത്തിൽ പറഞ്ഞ ഒരു അനിയൻ ചക്കനുണ്ട്. അപ്പൊ അതിനെ സ്നേഹിച്ച് അവർ വന്നു കയറിയ 3ാമത്തെ അമ്മയാണെങ്കിലും അവരോട് സ്നേഹം കാണിച്ച് അവർ രണ്ടുപേരും ഉള്ളിനി ആ കുട്ടിക്ക്. അപ്പൊ അവരുടെ കൂടെ ഒത്ത് നിൽക്കുകയല്ലേ വേണ്ടേ? അല്ലാതെ അവരെ ഈ സമൂഹത്തിലോട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് എന്തിനാ അതിന്റെയൊക്കെ ആവശ്യം? എന്ത് കിട്ടാൻ? ഒന്നും കിട്ടില്ല മോനെ, നിനക്കൊന്നും കിട്ടില്ല. ജീവിതത്തിൽ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഈ 3ാമത് വന്ന അമ്മയും നിന്റെ സ്വന്തം അനിയനും. ബാക്കി എല്ലാം കാണുന്ന മായകളൊക്കെയാണ്. മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് തോന്നി അത് വെറുതെയാണ്. എങ്ങും എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ഉണ്ടാവും. അത് അവനെയല്ലേ, അവൻ തന്നെ പറയുന്നുണ്ട്, ആ കുട്ടി തന്നെ പറയുന്നുണ്ടല്ലോ അവന്റെ ലൈഫ് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അപ്പം ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന. അപ്പൊ ഇനി അങ്ങോട്ടും അവന്റെ ലൈഫ് അതായിരിക്കും. രേണുവിന്റെ പ്രശ്നത്തിന് വീണ്ടും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രീലക്ഷ്മി വന്നിരിക്കുകയാണല്ലോ. അപ്പം രേണുവിന് ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പാർട്ണർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷനൊക്കെ മറികടക്കാൻ പുള്ളിക്ക് ഒരു പരിധി വരെ സഹായമായേനെ എന്ന് തോന്നിയിട്ടില്ലേ? അപ്പം രേണു ഇനി 2ാമതൊരു കല്യാണം കഴിക്കണമെന്നാണ് ശ്രീലക്ഷ്മിയുടെ ആഗ്രഹം. അത്
ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ അഭിപ്രായം ഞാൻ പറയാണ്. സത്യം പറഞ്ഞാൽ രേണു ചേച്ചി ആദ്യമേ ഒരു കല്യാണം കഴിക്കണമായിരുന്നു. അവരുടെ കാര്യം നോക്കി അവർ പോകണമായിരുന്നു കല്യാണം കഴിച്ചത്. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര ഈ സമൂഹം മൊത്തം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഒരു സ്ത്രീയെ, ഒരു മനുഷ്യ ജീവനാണ്, അതിനകത്ത് കരിങ്കല്ലോ കല്ലോ മണ്ണോ ഒന്നും വാരിയിട്ടേക്കല്ല. ഹൃദയം അവർക്ക് അവരുടേതായ വിഷമങ്ങളുണ്ട്. ഒരു സ്ത്രീ എത്രന്ന് വെച്ച് പിടിച്ച് നിൽക്കി സമൂഹത്തിനോട് പോരാടിക്കൊണ്ട് ഒറ്റയ്ക്ക് ഇന്ന് പോരാടുക. ഇത്രയും അങ്ങ് വലിച്ച കീറി ഒട്ടിക്കാൻ വേണ്ടി എന്ത് തെറ്റാ ചെയ്തേ? പിന്നെ റിതപ്പനെ ജന്മം കൊടുത്തതോ അതോ കിച്ചുവിന്റെ അമ്മയാണെന്ന സ്ഥാനം, ഞാൻ കിച്ചുവിന്റെ അമ്മയാണ്, എന്റെ മോനാണ് കിച്ചു എന്ന് എപ്പോഴും എല്ലാവരോടും 100 വട്ടം സംസാരിക്കുന്നത്, അതാണ് അവർ ചെയ്ത തെറ്റ്? അതോ കിച്ചു ചോദിക്കുമ്പോൾ ക്യാഷ് കൊടുക്കുന്നതോ, പിന്നെ എന്റെ മക്കളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതോ, എന്റെ സൂചിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതോ? ഇത്രമാത്രം എല്ലാവരും ഒന്നടങ്ക ഒരു സ്ത്രീയെ ഇത്രയും ക്രൂശിക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ഞാൻ പറയട്ടെ, അവർ നാളെ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയി, ഈ ക്രൂശിച്ചവരെല്ലാം കൂടെ എന്തോ ഇരുന്നിരിക്കും, അയ്യോ നല്ലൊരു സ്ത്രീയായിരുന്നു എന്ന് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് രേണുജിനെ നിങ്ങൾ അറിയാതെ നിങ്ങൾ കൊലക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ്. കാരണം എന്തോ ചെയ്യും. അതെ, ഒരു പിന്നെന്താ ഇപ്പൊ ഞാൻ എന്റെ ഒരു നല്ല ഫ്രണ്ട് ആയിരുന്നു അനന്യ എന്ന് പറഞ്ഞ, ഞങ്ങൾ ട്രാൻസിന്റെ മമ്മൂട്ടി ആരാണ് മമ്മൂട്ടിനെ കൊണ്ടുവരാൻ? അല്ല, ഈ മമ്മൂട്ടിനെ കൊണ്ടുവരാൻ മമ്മൂട്ടി ആരാണ്? അല്ലെങ്കിൽ എന്താണ് മോദിജിനെ കൊണ്ടുവരാൻ മോദിജിയാണ്? മോദിജിനെയും മമ്മൂട്ടിനൊക്കെ നോക്കി നമുക്ക് വയറുന്നറിയോ? അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ തീരുമോ? ഇല്ലല്ലോ. നമുക്ക് വേണ്ടത് വികസനമാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിലൂടെ ഓരോ കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത്. അങ്ങനത്തെ വികസനങ്ങളാണ് കൊണ്ടുവരുന്നത്. അതെന്താ ഒരു വാഗ്ദാനം നൽകാത്തത്? ഓക്കെ, ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട എത്ര ആൾക്കാർക്ക് വീട് വെച്ച് തരാം, അല്ലെങ്കിൽ പാവപ്പെട്ട എത്ര പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടാം, അല്ലെങ്കിൽ ചക്ക വാങ്ങിച്ച് മുറിച്ച് തരാം, അല്ലെങ്കിൽ താമര വിരിയിലോ വീട്ടിൽ ഒരു താമരക്കുളം വെച്ച് തരാം. അങ്ങനെയൊക്കെ വരട്ടെ വികസന കാര്യങ്ങൾ. അതായത് മമ്മൂട്ടിയെ കൊണ്ടു തരാം, മോഹൻലാലിനെ കൊണ്ടു തരാം, അല്ലെങ്കിൽ എന്താണ് സുരേഷ് ഗോപിനെ കൊണ്ടു തരാം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്തിനാ? ഇവരൊന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവരൊക്കെ ആരാണ് കാണേണ്ട? നരേന്ദ്രമോദിയെ കൊണ്ടുവരും, അതായത് 90 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി കൊണ്ടുവരുന്നതാണ് ഗോകുൽ ആദായത്തിന് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. കുണ്ട്രയിൽ ഇപ്പോ നമ്മുടെ മോദിജിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അവിടെ BJP കുറച്ച് അത്യാവശ്യം ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോദി ജസ്റ്റ് ഒന്ന് വന്നിട്ട് വന്നാൽ മാത്രം മതി. ഇതിനാൾ ജയിക്കുന്ന ആവശ്യമൊന്നുമില്ല. പക്ഷെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഞാൻ ഇടതുപക്ഷമാണ്. എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള. കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ അതിന് പോയിട്ടൊന്നുമില്ല. കാരണം നമുക്ക് ഒരു വാക്കേ ഉള്ളൂ, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം. ഞാൻ പറഞ്ഞവർ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ എന്നെ വിളിച്ചിട്ടുണ്ട്, BJP എന്ന് ഞാൻ പറയുന്നില്ല, പല പാർട്ടിയിൽ നിന്നും എന്നെ വിളിച്ചിട്ടുണ്ട്. ഓരോരുത്തർ ഇപ്പോൾ BJPയിൽ കുറേ ആൾക്കാർ അംഗത്വം ചേർന്നു, അതുപോലെ UDFൽ ഒരാൾക്കാർ കുറേ ആൾക്കാർ ചേർന്നിട്ടുണ്ട്, LDFലും ആൾക്കാർ ചേരുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ വിളിക്കുമല്ലോ. അഫ്കോഴ്സ് നമ്മൾ കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ കുറച്ച് ഇങ്ങനെ നിൽക്കുന്ന ടൈം വേണമല്ലോ. പക്ഷേ ഞാൻ എവിടേക്കും പോയിട്ടൊന്നുമില്ല. പിന്നെ പേഴ്സണലി മാറ്റങ്ങൾ വരണം എന്നുള്ളത് നമ്മളെല്ലാവരും ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. നമുക്ക് ഓരോ മാറ്റങ്ങളും വരുന്നതും അത് ഏത് പാർട്ടിയാണെങ്കിലും ആ നല്ല മാറ്റങ്ങളാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്ന വ്യക്തികളാണ്. അതിൻ്റെ കൂടി ചേർന്ന വ്യക്തികളും കൂടിയാണ് നമ്മൾ. പക്ഷെ പൊതുവായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളിനുള്ളിൽ ഒരു പാർട്ടി ഉണ്ടാവും. ആ പാർട്ടി വരണം എന്നതായിരിക്കും നമുക്കും ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അഫ്കോഴ്സ് എനിക്ക് പിണറായിയുടെ ഭരണം നല്ല ഭരണമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. തുടർന്നും നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന് വീണ്ടും പിണറായി സർക്കാർ ഭരിക്കണം എന്നാണ് പേഴ്സണലി എനിക്കൊരു ആഗ്രഹം കേട്ടോ. ഇങ്ങനെയൊക്കെ നല്ല ചെയ്യുന്ന ഒരാളെ പിന്നെ എന്തിനാ തള്ളി പറയണം? അതാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് കിച്ചുവിന്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ മനസ്സിലാവും. കാരണം രേണു ചേച്ചിനെ വളരെ മോശമായിട്ട് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. രേണു ചേച്ചി മാത്രമല്ല, എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാളെ വിറ്റിട്ട് നമുക്ക് തിന്നാം, പക്ഷെ അതിനൊരു പരിധി ഉണ്ട്. ഇത് എന്തുവാ ഇത്? ഒരാളെ പ്രതികരിക്കുന്നില്ല, ഒരാളെ മെയിൻ ആക്കുന്നില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടോ? ആ ചേച്ചി ആവശ്യത്തിന് പൈസ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ള രീതിയിൽ മകനെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞത് മാത്രം കേട്ടിട്ട് ഈ പറഞ്ഞ ആ ഒരു എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഇനി ഇത് കേട്ടിട്ട് എല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ വരണ്ട. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് പൈസയോട് കുറച്ചുകൂടെ താല്പര്യം കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതിന്റെ അമ്മ കൊടുക്കുന്നത് കുറഞ്ഞു പോയി കാണും. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ആ കുട്ടീന്റെ അക്കൗണ്ട് വെച്ചൊക്കെ എന്തോ പൈസയൊക്കെ ഇപ്പം എന്തൊക്കെയോ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കുന്ന അങ്ങനെ എന്തൊക്കെയോ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ആ കുട്ടീനെ പറഞ്ഞ് തിരിച്ച് സെറ്റാക്കി വെച്ചേക്കും. അപ്പൊ കുട്ടിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പൈസ വേണം, അവന്റെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അവന് കുറച്ചുകൂടെ എമൗണ്ട് വേണം, കുറച്ചുകൂടെ കാശ് വേണം എന്നൊക്കെ ഒരു തോന്നിയിട്ട് അത് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുക. അത് ഞാൻ അവന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അവന് പല ചെലവുകൾ കാണും. നമുക്ക് തോന്നും പുറമേ ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കണം. അവന്റെ ഈ ചെറിയ പ്രായത്തിൽ അവനുള്ള എമൗണ്ട് അവന്റെ കൈ കാണില്ല. കൂടുതൽ എവിടെ നിന്ന് കിട്ടും? ഞാൻ ചോദിക്കുമ്പോൾ എന്തിനാണ് ഒരു 21 വയസ്സായ ആൾക്ക് ഇത്രത്തോളം ക്യാഷ് എന്തിനാണ്? ഞാൻ അത് ചോദിച്ചാൽ രേണുചേച്ചിനോട് പ്രശ്നമായിട്ടുള്ളത്. രേണുചേച്ചി എന്തിനാണ് ഇത്രയും ഒരു കുട്ടിക്ക് ഇത്രയും വലിയ എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത്? ആ ഫുഡ് കഴിക്കാനായിരിക്കും. അത് ഓക്കെ, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ അച്ഛനമ്മ കഴിഞ്ഞപ്പോൾ 2ാമേ 3ാമേ 4ാമേ ആയാലും കുഴപ്പമില്ല. നമ്മൾ ഒരു കുട്ടീനെ വളർത്തുമ്പോൾ ആ കുട്ടിക്ക് നമുക്ക് ഒരു എല്ലാത്തിനും ഒരു പരിധി വേണം, ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. എൻ്റെ മോനെ ഒരുപാട് ക്യാഷ് കൊടുത്താലും കുട്ടികൾ വഴിതെറ്റി പോകത്തേ ഉള്ളൂ. കാരണം അവർക്ക് കയ്യിൽ ക്യാഷ് കുറേ ആയി കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, ഡ്രഗ്സും അല്ലെങ്കിൽ ലഹരി ഐറ്റംസൊക്കെ കിട്ടാൻ
എത്ര ഇത് മതി, മിനിറ്റുകൾ മതി. അപ്പോൾ അതിനൊക്കെ ക്യാഷ് പോവും, അത് കൊടുത്ത് ക്യാഷ് വാങ്ങാൻ ബൈ ചെയ്ത് ഇവർ യൂസ് ചെയ്യുന്നത് കാര്യമാകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പിടുത്തം വെക്കണം മക്കളെ എന്തായാലും. അത് രേണു ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേണു ചേച്ചി ചോദിക്കുമ്പോൾ ഇങ്ങനെ ക്യാഷ് കൊടുത്തോണ്ടേ ഇരിക്കണ്ടായിരുന്നു. പറയാണ്ട് പറഞ്ഞിരിക്കുന്നത് രേണു ചേച്ചിനെ കുറിച്ചിട്ടല്ലേ. കാരണം പിന്നീട് ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി എനിക്ക് സ്നേഹം എവിടെ നിന്നും കിട്ടിയിട്ടില്ല, അവിടെ ഞാൻ വന്ന് നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും എന്നോട് ആരും അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞ് ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് രേണു സുധി എന്നുണ്ട്. ഒരു സ്മൈൽ, ഒരു ചിരി, ആ ചിരിയിലുണ്ട് എല്ലാം. കാരണം ആരെ കുറിച്ചാണ് ഇത് വ്യക്തമായിട്ട് എനിക്ക് എൻ്റെ ഒരു ഐഡിയയിൽ ഇത് വ്യക്തമായിട്ട് ആരോ പിന്നീന്ന് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ്. അതായത് പക്ഷെ ഋതപ്പൻ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു, ഈ ഫോഴ്സ്ഫുള്ളി കിച്ചു ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. ഋതപ്പൻ കിച്ചുവിന്റെ സ്വന്തം സുഹൃത്താണ്. നിങ്ങൾ അച്ഛൻ ഒന്നാണ്, അമ്മ വേറെ ആയാലും അച്ഛൻ ഒന്നാണ്, നിങ്ങൾ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്. ഋതപ്പന്റെ അമ്മേനെ കുറിച്ചാണ് കിച്ചു പറയുന്നത്, അതായത് സ്വന്തം അമ്മ തന്നെ. കാരണം അമ്മയുടെ സ്ഥാനം ഒരു 11ാമത്തെ വയസ്സിൽ കുട്ടിനെ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രയും ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേച്ചിന്റെ ഒരു മൈൻഡ് എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു മൈൻഡ് വെച്ചിട്ട് ആ വയസ്സ് വരെ ഈ കുട്ടിനെ തനിക്ക് കഴിയുന്ന രീതിയിൽ നോക്കിയിട്ടുണ്ട് ചേച്ചി. ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴായിട്ട് രേണു ചേച്ചി ഞാനും ഒക്കെ ഒരുമിച്ച് കരീഷ്മയുടെ വീട്ടിൽ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ ഋതപ്പം വിളിക്കാറുണ്ട്. വളരെ നല്ല രീതിയിലാണ് അവർ കിച്ചു വിളിക്കാറുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ സംസാരിക്കാറുള്ളത്. അത് കൂടാണ്ട് കിച്ചുവിന് ക്യാഷ് വേണമെന്ന് പറയുമ്പോൾ ക്യാഷ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞങ്ങൾ പറയും, ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ക്യാഷ് ഇട്ട് കൊടുക്കുന്നത് കുട്ടികൾ വഴി തെറ്റിട്ടോ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട് കേട്ടോ. ഇങ്ങനെ ക്യാഷ് മാത്രം കൊടുത്തതിന് കുട്ടികളെ ഇല്ല, അവൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവൻ ഇതാണ് ഓക്കെയാണ്, അവൻ സ്വന്തം കാലിൽ നിൽക്കുന്ന കുട്ടിയാണ്, അങ്ങനെയാണ്. അപ്പം ഞാൻ ചോദിക്കും, യൂട്യൂബ് ഒക്കെ ചെയ്യുന്നില്ലേ, യൂട്യൂബിൽ നിന്നൊക്കെ കിച്ചിന് വരുമാനം കിട്ടുന്നുണ്ടോ? ഞാൻ നോക്കാറില്ല, അത് അവൻ്റെ കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചേച്ചി അങ്ങ് ഇതാക്കാറാണ്. അപ്പോൾ ക്യാഷ് ഇട്ട് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കാണിക്കുന്ന ഈ 300 രൂപ 200 രൂപ 100 രൂപ എന്നല്ല, അതിനപ്പുറത്തേക്കുള്ള എമൗണ്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ പേഴ്സണലി ആസ് എ ഫ്രണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് ഒരാളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല, ഞാൻ കണ്ട കാര്യം എനിക്ക് തുറന്ന് പറയാമല്ലോ. രേണു ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലക്ഷങ്ങൾ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എല്ലാവരും കുറച്ച് അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുക്കുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ പറയും, നിങ്ങൾ എല്ലാവരും രേണു സുധിനെ സപ്പോർട്ട് ചെയ്ത് വെളുപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെ വെളുപ്പിക്കേണ്ട ആവശ്യമില്ല. സത്യം എന്ന് പറഞ്ഞ സംഭവം എന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് എന്തായാലും മറ നീക്കി പുറത്ത് വരുന്നത് ചെയ്യും. നമ്മളൊരാളെ വെളുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നാളെ എനിക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ കൂടെ രേണു ചേച്ചി നിൽക്കും അല്ലെങ്കിൽ ശ്രീലക്ഷ്മി നിൽക്കുന്നു എന്നുള്ളൊരു ഉറപ്പൊന്നും എനിക്കില്ല. കാരണം അത് എന്തൊക്കെ സത്യമുണ്ട്, സത്യമാണ് വിജയിക്കുള്ളൂ. പിന്നെ പേഴ്സണലി നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഒരാൾ പേഴ്സണലി ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് മെന്റലി അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്തൊക്കെ നമ്മളവിടെ അവരെ ബ്ലോക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരെ മെയിൻ ആക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് മെന്റലി ഒരു ഡ്രോമ തന്നെയാണ്. കുറേ വർഷങ്ങളായിട്ട് ചേച്ചിനെ ബുദ്ധിമുട്ടിച്ച്, ചേച്ചിനെ വളരെ ബ്രൂട്ടലായിട്ട് ചേച്ചിനെ എല്ലാം ഇവർക്കൊക്കെ എന്തിൻ്റെ ആവശ്യം ഞാൻ ചോദിക്കുന്നത്. ആ സ്ത്രീ എന്തെങ്കിലും ആയിക്കോട്ടെ, വീട് കൊടുക്കുകയും വിൽക്കുക, അവിടെ ഋതപ്പൻ താമസിക്കുക അല്ലെങ്കിൽ കിച്ചു താമസിക്കുക, അതൊക്കെ ഒരു പേഴ്സണൽ കാര്യമായിട്ട് അങ്ങ് വിടണം. ഒരാളെ വിറ്റ് അരി വാങ്ങാം. ഒരാളെ ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇങ്ങനെയൊക്കെ മകന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും വെറുതെ ഈ പറഞ്ഞ പോലെ മകൻ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. രേണുച്ചി പറഞ്ഞതാണോ? അല്ല, രേണു ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ ജാസി ഇപ്പം ജാസിയുടെ സുഹൃത്തല്ലേ രേണു? അതെ അതെ. അപ്പം രേണു ഇപ്പം രേണു ഇപ്പൊ അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം തീർച്ചയായിട്ടും പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു രേണു ചേച്ചി. ഇതുവരെ അറിയാത്ത ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഓപ്പൺ ആയിട്ട് കരഞ്ഞ ഒരു വീഡിയോ ചെയ്യുക. ആ കരഞ്ഞ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു സിനാരിയോ സിറ്റുവേഷൻ ഒക്കെ മകൻ കണ്ടിരുന്നു, എല്ലാം അറിയാം. ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചും ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയാണ്. പേഴ്സണലി രേണു ചേച്ചി എനിക്ക് രേണുവിനെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ചേച്ചി വൈറലാവുന്നതിന് മുമ്പ് രേണു ചേച്ചി എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്. ഞാൻ ദുബായിലെ സമയത്ത് മുതലേ എനിക്ക് രേണു ചേച്ചിനെ അറിയാം. രേണു ചേച്ചി പേഴ്സണലി ഭയങ്കര പാവാണ്, ഭയങ്കര ഒരു ലവബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. പിന്നെ രേണു ചേച്ചിൻ്റെ ഈ ഒരു വിഷയം എനിക്ക് അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി അറിയില്ല, ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ. പക്ഷേ ഇപ്പോൾ കിച്ചു വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ക്യാഷ് ഒന്നും തരാറില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നോക്കാറില്ല. അത് ആസ് എ ഫ്രണ്ട്, രേണുവിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശുദ്ധ നുണയാണ്. കാരണം രേണു ചേച്ചി പലപ്പോഴും കിച്ചുവിന് പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ 300 രൂപ 200 രൂപ ഒന്നുമല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ണോട് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ട വ്യക്തി. അപ്പോൾ എനിക്കത് പറയാം. കാരണം എനിക്ക് അതിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ ഒന്നാമത് കിച്ചു എന്ന് പറയുന്നത് ചേച്ചി സ്വന്തം മോനല്ല. സുധീരൻ്റെ 3ാമത്തെ കല്യാണത്തിനുണ്ടായ കല്യാണമാണ് രേണു ചേച്ചിനെ. ഫസ്റ്റ് കല്യാണത്തിൻ്റെ അതിലത്തെ മോനല്ല കിച്ചു, അങ്ങനെ 2ാമത്തെ കല്യാണം, പിന്നെ 3ാമത്തെ കല്യാണത്തിലാണ് രേണു ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു രേണു ഒരു മൂന്നാനമ്മ ഒരു മോനെ എങ്ങനെയാണോ പ്രൊട്ടക്ട് ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്, ആ രീതിയിൽ രേണു ചേച്ചി നന്നായിട്ട് ആ കുട്ടിയെ നോക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ രേണു ചേച്ചിനെ ഒരു ആസ് എ ഫ്രണ്ട് എന്ന രീതിയിൽ എനിക്കറിയാം, ഞങ്ങൾ ഇതിനോട് സംസാരിക്കുന്നതാണ്. ഈ പ്രശ്നം നടന്ന സമയത്ത് ഞാൻ രേണു ചേച്ചിയോട് സംസാരിച്ചപ്പോഴും രേണു ചേച്ചി കിച്ചുവിനെ ഒരു വാക്കുകൊണ്ടോ ഒന്നും ഒരു മോശം പറഞ്ഞിട്ടില്ല. അവൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. പിന്നെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുഖേനയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും അവിടെ വെച്ചിട്ടാണ് കിച്ചുവിൻ്റെ മൈൻഡ് മാറിയതെന്നും എനിക്ക് മനസ്സിലായി. ജാസി എന്ന് പറഞ്ഞാൽ എന്നോട് പൊട്ടിക്കറിയുന്നതായിരുന്നു ആള്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അത് ഓർത്ത് വിഷമിക്കേണ്ട, ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കും, ചേച്ചിയുടെ കാര്യങ്ങളും വർക്കും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു രേണു ചേച്ചി ദുബായി
ദുബായിൽ പോണത് എന്തിനാന്നുള്ളത് അന്വേഷിക്കണം. അവൾ പോകുമ്പോൾ കുറേ പെട്ടികൾ, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ കുറേ പെട്ടികൾ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ദുബായിലുള്ള ഒരു വ്യക്തിയാണ്. നമുക്കൊരു 30 കിലോ അല്ലെങ്കിൽ ഒരു 50 കിലോ സാധനങ്ങൾ ആക്കണമെന്നുണ്ടെങ്കിൽ ദുബായിത്തെ വെറും 500 ദിർഹംസ് മതി. ഒരു 1 to 10 പോയിട്ട് നമുക്ക് 500 രൂപക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാം, ഒരുപാട് സാധനങ്ങൾ വാങ്ങാം. ആ ഒരു 2 ബോക്സ് ആക്കാൻ നമുക്ക് സാധനങ്ങൾ. കാരണം നമ്മൾ പ്രവാസികളായ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നത് നമുക്ക് അറിയുന്നതാണ്. ഒരു 1 to 10 ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപക്ക് പോയി സാധനങ്ങൾ വാങ്ങിച്ചാൽ 2-3 പെട്ടിക്കുള്ള സാധനം ഉണ്ടാവും. ഒരു വലിയ കമ്പിളി പോലത്തെ പുതപ്പിന് തന്നെ അവിടെ 20 ദിർഹംസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 20 രൂപയുടെ ഒരു സാധനമാണ് ഒരു വലിയ കമ്പിളി പുതപ്പ്. ഈ 500 രൂപ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്തൊക്കെ സാധനം വാങ്ങാം. കുട്ടികൾ കളിപ്പാട്ടം വാങ്ങാം, ഡ്രസ്സ് വാങ്ങാം, കോക്കറി ഐറ്റംസ് വാങ്ങാം, പിന്നെ പല ബാഗ് വാങ്ങാം, ചെരുപ്പ് വാങ്ങാം, പല സാധനങ്ങൾ വാങ്ങാം. ഈ ചേച്ചിനെ പോയി കാണുമ്പോൾ അവിടെ സ്നേഹം കൊണ്ട് കുറേ ആൾക്കാർ കുറേ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഈവൻ നമ്മൾ ദുബായിലെ സമയത്തും നമ്മൾ ആ സമയത്ത് അവിടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫെയിം ആയി നിൽക്കുന്ന സമയത്ത് നമ്മളെ കാണാൻ വരുമ്പോൾ ചോക്ലേറ്റ്, പിസ്ത, ബദാം, മിഠായി കാര്യങ്ങൾ ഞാനൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇങ്ങനെ അറിയപ്പെടാൻ തുടങ്ങിയ ശേഷം ദുബായിൽ നിന്ന് ഞാൻ പെർഫ്യൂംസ് അതേപോലെ മിഠായികളൊന്നും ഞാൻ വാങ്ങിയിട്ടേ ഇല്ല ക്യാഷ് കൊടുത്ത് പുറത്ത് പോയിട്ട്. കാരണം നമുക്കതൊക്കെ കൊണ്ടു തന്ന് നമ്മുടെ സ്നേഹമുള്ള ആൾക്കാർ നമുക്ക് കൊണ്ടു തരാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സാധനങ്ങളാണ് ഇത്. നിങ്ങൾ എന്തൊക്കെ ശുദ്ധ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, അതിൽ ആ കിച്ചു ആ വീഡിയോയിൽ രേണുവിനെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല, കിച്ചു പക്ഷെ പറയാണ്ട് പറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആസ് ഒരു അവന്റെ ജീവിതം ആണ് കിച്ചുവിന്. അല്ല, കിച്ചുവിന് കുറെ മെന്റലി ഡ്രോമയിലൂടെ കടന്നു പോയ ഒരു കുട്ടിയാണ് കിച്ചു. അത് നമ്മൾ സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം ഫസ്റ്റ് റിലേഷനിൽ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഈ പ്രശ്നങ്ങൾ ഇതും കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അത് സത്യമായിരിക്കാം ഒരു പക്ഷേ. കാരണം ഫസ്റ്റ് റിലേഷനിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സെക്കൻഡ് റിലേഷൻ ആയപ്പോഴും ആ കുട്ടിക്ക് അത് മെന്റലി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. തേർഡ് റിലേഷൻ, റിലേഷൻ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആയിരുന്നു ആ റിലേഷനിൽ. ആകെ ഒരു കാര്യം പറയുന്നത്, സ്റ്റാർ മാജിക്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താണ് അച്ഛൻ്റെ കൂടെ ഞാൻ പോവാറില്ല, കാരണം എന്നോട് വരണ്ടാന്ന് അച്ഛൻ പറഞ്ഞു എന്ന് കിച്ചു അതിൽ പറയുന്നത്. ഞാൻ അത് ഫുള്ള് കണ്ട വ്യക്തിയാണ്. രേണുവിന് അതിലൊന്നും പറയുന്നില്ല. പക്ഷെ അതിൽ പറയുന്നുണ്ട്, എനിക്ക് തോന്നി പിന്നെ അത് ഇവരെല്ലാവരും സമ്മതപ്രകാരമായിരിക്കും എന്നെ അതിൽ നിന്ന് അച്ഛനിൽ നിന്ന് അകറ്റിയത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ അച്ഛനിൽ നിന്ന് അകറ്റുന്ന ബന്ധമല്ല ഒരു അച്ഛൻ മകൻ ബോണ്ട് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാണ്ട് ഈ രേണു ചേച്ചി ഉൾപ്പെടാത്ത കാര്യങ്ങളിലാണ് രേണു ചേച്ചിനെ വലിച്ചയച്ചിട്ടുള്ളത്. സുചിത്ര മരിച്ച സമയത്ത് രേണു ചേച്ചി 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞു. അത് രേണു ചേച്ചി പോയി ഫുഡ് കഴിച്ചെന്നല്ല, ഇവരെ കൂടെ ഉണ്ടായിരുന്ന അതായത് ഈ ഫ്ലവേഴ്സിലുണ്ടായിരുന്ന ആൾക്കാർ, സ്റ്റാഫുകൾ ഒരുമിച്ച് പോകണ സമയത്ത് അവർ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറിയെന്നാണ് പറഞ്ഞത്. അത് രേണു ചേച്ചി തലക്കായി. ഇത് പറഞ്ഞത് എല്ലാം വളച്ചൊടിച്ച് ആ പാവം ഒരു പെണ്ണിനെ മേത്തേക്ക് അങ്ങ് ഇട്ടാർത്തി കൊടുക്കുകയാണ്. അത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ തുടങ്ങിയുള്ള പ്രശ്നങ്ങളാണ്. ഇതുവരെ നിങ്ങൾ എത്ര വർഷമായി ഇപ്പോൾ സുധിച്ചേട്ടൻ മരിച്ചിട്ട് ഈ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോഴും രേണു ചേച്ചിനെ എല്ലാവരും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പേഴ്സണലി ഒരു ഹറാസ്മെന്റ് എന്തിനാണെന്നാണ് ഞാൻ ആലോചിച്ചത്. പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് വിവാഹത്തിന് ശേഷം രേണുസുധിയുടെ ഫാമിലിയുടെ ഫുള്ള് ചെലവ് നോക്കിക്കൊണ്ടിരുന്നത് സുധിയാന്ന് പറയുന്നത്. അല്ല, അത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം ആ ചേച്ചി, രേണുവിന്റെ ചേച്ചി നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണ നഴ്സിന് എത്ര രൂപ സാലറി ഉണ്ടാവുന്നത്. പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അഫ്കോഴ്സ്. കാരണം എന്താണ് രേണുവിന്റെ ഹസ്ബൻഡ് ആയിട്ടാണെങ്കിലും സുധിച്ചേട്ടൻ വന്നത്. അപ്പോൾ അഫ്കോഴ്സ് അയാളെ രേണുവിന്റെ വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടാവായിരിക്കാം. പൂർണ്ണമായിട്ട് ചെയ്തു കൊടുത്തു എന്നുള്ളത് എനിക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ ഒരു ചേച്ചിയാണെങ്കിലും രേണുവാണെങ്കിലും സംസാരിക്കുന്ന വ്യക്തികളാണ്. അവർക്ക് പേഴ്സണലി ഭയങ്കര വിഷമായി ഈ മോൻ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ. അത് അവർക്ക് പേഴ്സണലി വിഷമായി. അത് നന്നായിട്ട് ശ്രീലക്ഷ്മി രേണുവിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്ത ഒരാളല്ലേ. അപ്പം കഴിഞ്ഞ ദിവസം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? കിച്ചു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ശ്രീലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത് രേണുവിനെ പറ്റി? രേണു ചേച്ചി ഞാൻ വിമർശിച്ചെന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് ബാറിൽ ഫസ്റ്റ് പോയത്, അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ശത്രുക്കളൊന്നും അല്ല. അത് പോഷകരായിട്ടും അല്ല, ഈ വീഡിയോസ് കാണുന്നവരും അല്ല, മീഡിയക്കാരും ഒക്കെയാണ് ഞങ്ങളെ വലിയ ശത്രുക്കളാക്കിയിട്ട് വെച്ചിരുന്ന കുറെ ആൾക്കാരാണ്. ഈ കുറച്ച് മുന്നേ വരെ ഞങ്ങൾ പരസ്പരം വീഡിയോ കോൾ അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാറിൽ ഡാൻസ് കളിച്ചതിനോട് എനിക്ക് താല്പര്യമില്ല, അതിനോട് ഞാൻ പ്രതികരിച്ചു. ഞങ്ങൾ ശത്രുതയൊന്നുമില്ല. കുറച്ച് മുന്നേയും കൂടെ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ചും അല്ലെങ്കിൽ ഓഡിയോ കോൾ വിളിച്ചാണെങ്കിലും വോയിസ് മെസ്സേജ് ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരത്തെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്കൂടെ ഭയങ്കരമായിട്ടും സങ്കടം തോന്നിയെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തിയോട് ഞാൻ സംസാരിക്കാൻ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ടും കരയുകയാണ്. കാരണം 11 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ കുട്ടീനെ രേണു ചേച്ചിന്റെ കയ്യിൽ കിട്ടുന്നതാണ്. സൂചേട്ടൻ കല്യാണം കഴിച്ച് ഈ കുട്ടീനെ രേണു ചേച്ചിന്റെ കയ്യിൽ കിട്ടുന്നതാണ്. ഒരു അമ്മയുടെ സ്ഥാനം കൊടുത്തിട്ട് ഫസ്റ്റ് അമ്മയല്ല, സെക്കൻഡ് അമ്മയല്ല, 3ാമത്തെ അമ്മയാണ് രേണു ചേച്ചി. അപ്പം ഒരമ്മയുടെ സ്ഥാനം കൊടുത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ജന്മം കൊടുത്ത കുഞ്ഞല്ലേലും കുഞ്ഞുങ്ങളോട് ഇടപഴകി കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നമുക്ക് അത്രമാത്രം കാര്യമായിരിക്കും, അത്രമാത്രം സ്നേഹമായിരിക്കും. അപ്പൊ അവരുടെ കയ്യിൽ അവരുടെ ലൈഫിൽ ഫസ്റ്റ് വന്ന കുഞ്ഞാണത്. അതിനുശേഷമാണ് റിതപ്പൻ വന്നേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് അവർ ഒരമ്മ സ്ഥാനം അവർ നൽകിയതും ഒരു മകനായിട്ട് അവർ സ്വീകരിക്കുകയും ചെയ്തേക്കുന്ന ഈ കുട്ടീനെയാണ്. അപ്പൊ അത്രമാത്രം അവർക്കത് വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു എന്തോ ചുറ്റുപാടുള്ള ആരൊക്കെയോ കൂടിയിട്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പൈസ കൊടുക്കാന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് മാറ്റിയ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അല്ലാതെ പെട്ടെന്ന് ഒരു ഒറ്റ നിമിഷം കൊണ്ട് 2 ദിവസം മുന്നേ വരെ അമ്മ അമ്മ എന്ന് പറഞ്ഞിരുന്ന കുട്ടി പെട്ടെന്ന് അമ്മ ശത്രു ആവുന്നത് എങ്ങനെയാ? പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുന്നു, ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്ന കാര്യം രേണു ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അങ്ങനെ അറിയാം, പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ കരീഷ്മ രേണുവിന്റെ ഫ്രണ്ട്, രേണുവിന്റെ മാനേജറാണ്, എന്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്, ജാസിന്റെ ഫ്രണ്ടാണ്. എപ്പോഴും പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞിട്ട് മോനെ എപ്പോൾ ചോദിച്ചാലും ആ ചെക്കൻ എപ്പോൾ ചോദിച്ചാലും പൈസ കൊടുക്കുന്നത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യുന്ന ഒരു സ്ത്രീയെ പെട്ടെന്ന് സമൂഹത്തിൽ ഒരു മോന്റെ സ്ഥാനം കൊടുത്ത് നിർത്തിയ ആള് വലിച്ചു കീറുകയാണ് ചെയ്തത്. അപ്പൊ രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന 2 തൽപര കക്ഷികളുടെ അവരുടെ ഭാഗം നിങ്ങൾ കേട്ടല്ലോ. ഇതൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ആ ചെറുക്കൻ പറഞ്ഞത് അവൻ അനുഭവിച്ച അവന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളാണ്. ഇപ്പൊ രേണു സുധി ഇവർക്ക് പറഞ്ഞു കൊടുത്ത കഥകൾ എന്താണ് എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. പിന്നെ നിങ്ങളൊക്കെ പുറത്ത് നിന്ന് കാണുന്നത് പോലെ ആയിരിക്കത്തില്ല അവന്റെ ജീവിതം. അവനാരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല എനിക്ക് തോന്നിയത്. അവനവന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ അവന് നേരിടേണ്ടി വന്ന അവന്റെ ലൈഫ് സ്റ്റോറി, അതാണ് അവൻ പറഞ്ഞത്. പിന്നെ അത് ആരെയാണ് ഇത്ര അലോസരപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ഒരു ടോപ്പിക് കണ്ടപ്പോൾ നിങ്ങളോടൊത്ത് പങ്കുവെക്കണം എന്ന് കരുതി അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്